കടലും കായലും സംഗമിക്കുന്ന പരവൂർ ദേശത്തിൽ ഒരു ദേവി കടലിന് തൊട്ടു മുന്നിലായി ഒരു ദേശത്തിന് മുഴുവൻ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അങ്ങനെ നിലകൊള്ളുന്നുണ്ട്. അതാണ് പരവൂർ പുഴിക്കര മേജർ ദുർഗാദേവി ക്ഷേത്രം. കടലിന്റെ തിരമാലകൾ വന്ന് ദേവിയെ തൊട്ടുതലോടി അർച്ചന ചെയ്യുന്ന പുണ്യപുരാതനമായ ക്ഷേത്രത്തിന്റെ വീഡിയോ ആരംഭിക്കുകയാണ്. ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഷൈജു കോഷക്കാവ്. ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പരവൂർ പുഴിക്കര ദേവി ക്ഷേത്രത്തിലേക്കാണ്. ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിട്ട് പോകാം. ഈ ക്ഷേത്രത്തിന് തൊട്ടുപിറകിലായിട്ട് കടലാണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. വട്ടെഴുത്തും മറ്റു കാര്യങ്ങളും ഒക്കെ പുരാതന ശിലയിൽ നിർമ്മിച്ച ഒരു പഴയ ക്ഷേത്രമാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുടെ നമുക്ക് ടെമ്പിൾ വീഡിയോസിലൂടെ കാണാം. അപ്പൊ എന്റെ പുറകിൽ കാണുന്നതാണ് ക്ഷേത്രം. ഇതിന്റെ മുന്നിലായിട്ട് കാണുന്നതാണ് ഈ ആർച്ച്. കണ്ടില്ലേ, മനോഹരമായ ഒരു ആർച്ച് ഉണ്ട്. അപ്പോ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. നേരെ വീഡിയോയിലോട്ട് പോകാം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് കടലിന്റെ നീലയും കായലിന്റെ പച്ചയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഒരു ഭൂവിഭാഗം ഉണ്ടായിരുന്നു. അതിന് പേരില്ലായിരുന്നു അത്രേ, കാരണം അത് കടലിന്റെ അടിയിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം വന്നത്, സാക്ഷാൽ പരശുരാമൻ, മഴവേന്തിയ മഹർഷി. അദ്ദേഹം തന്റെ പരശു കടലിലേക്ക് എറിഞ്ഞു. പിന്മാറു സാഗര എന്ന്, ഇത് ധർമ്മത്തിന്റെ നാടാണ് എന്ന് അലറുകയുണ്ടായി. കടൽ പിന്മാറി ഉപ്പുവെള്ളം നിറഞ്ഞ് വന്ധ്യമണ്ണ് പുറത്തേക്ക് വന്നു. ആ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാൻ സർപ്പരാജൻ വാസുകി തന്റെ വിഷം തുപ്പി. അങ്ങനെ ജനിച്ചതാണ് പരശുരാമ ക്ഷേത്രം എന്ന കേരളം. കേരളം ഉണ്ടാക്കിയ ശേഷം 108 ദുർഗാക്ഷേത്രങ്ങൾ സ്ഥാപിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ദക്ഷിണ കേരളത്തിലെത്തിയപ്പോൾ ഒരു അത്ഭുതം കാണുകയുണ്ടായി. അറബിക്കടൽ തന്റെ അനന്തമായ ശക്തിയുമായി ഓടി വരുന്നു. പരവൂർ കായൽ തന്റെ ശാന്തമായ മടിയുമായി കാത്തുനിൽക്കുന്നു. രണ്ടും കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന സ്ഥലം, അതാണ് പുഴി എന്ന സ്വർഗഭൂമി. സംഗമഭൂമി എന്ന് പരശുരാമൻ മന്ത്രിക്കുകയുമുണ്ടായി. ഇവിടെ ശക്തി ഉറങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്റെ തപോശക്തി കൊണ്ട് അറിവുണ്ടാവുകയും പാഷാണശിലയെടുത്ത് അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയുമുണ്ടായി. ദുർഗാദേവി പ്രതിഷ്ഠയാണ് അന്ന് അദ്ദേഹം നടത്തിയത്. ഇവിടെ നിൽക്കുന്നവർക്ക് കടലിന്റെ ശക്തിയും കായലിന്റെ ശാന്തിയും ഒരുപോലെ കിട്ടുമെന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകൾ ഉരുണ്ടു, കാലം കടന്നുപോയി. 12ാം നൂറ്റാണ്ടിൽ ചേര രാജാക്കന്മാരുടെ കാലത്ത് ഒരു ശില്പി വന്നെത്തുകയുണ്ടായി. അദ്ദേഹം ശ്രീകോവിലിന്റെ കല്ലിൽ കൈപ്പടയാൽ വട്ടെഴുത്ത് കുത്തിവെക്കുകയുണ്ടായി. അതൊരു ശാസനം ആയിരുന്നു, പുഴിക്കര ശാസനം. അതിൽ എഴുതിയത് ഇതാണ്: ഇത് വ്യാപാരികളുടെ നാടാണ്, കടൽ കടന്നു വരുന്നവരുടെ നാടാണ്, ഇവിടെ ദേവി കാവലുണ്ട് എന്നാണ്. ആ കല്ലുകൾ ഇന്നും മൗനമായി തന്നെ കഥ പറയുന്നുണ്ട്. ഉണ്ണുനീലി സന്ദേശം എന്ന പ്രേമകാവ്യം പോലും ഈ പരവൂരിനെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട് എന്ന് പുരാണങ്ങളിൽ പറയുന്നു. അങ്ങനെ പരശുരാമന്റെ മഴു, വാസുകിയുടെ വിഷം, ചേരന്റെ ശാസനം, ഭക്തരുടെ പ്രാർത്ഥന, ഇതെല്ലാം കൂടി ഉറങ്ങുന്ന സ്ഥലം, കടലും കായലും സംഗമിക്കുന്ന പുഴി, പ്രകൃതിയും ഈശ്വരനും ഒന്നാകുന്ന പുഴിക്കര മേജർ ദുർഗാദേവി ക്ഷേത്രം.
അപ്പോൾ പരവൂര് പുഴിക്കര ക്ഷേത്രത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് വെള്ളിയാഴ്ച രാവിലെ 7 മണിക്കാണ് അടുത്ത ക്ഷേത്രത്തിന്റെ വീഡിയോ വരുന്നത്. അപ്പോൾ ഏത് ക്ഷേത്രത്തിന്റെ വീഡിയോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കും, നിങ്ങൾക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.